നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സല ഇറങ്ങി കേട്ടോ, അസിസ്റ്റും കൊടുത്തു, റെക്കോർഡ് വിട്ടിട്ടുണ്ട്. ലിവർപൂള് പ്രീമിയർ ലീഗിൽ വിജയവഴിയിൽ തിരികെ എത്തിയിട്ടുമുണ്ട്. യെസ്, ലിവർപൂൾ ഫാൻസ് ഹാപ്പി അല്ലേ? ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രൈറ്റണെ ലിവർപൂൾ തോൽപ്പിക്കുമ്പോൾ 2 ഗോളുകളും ഹ്യൂഗോ എക്കിറ്റിക്കയുടെ വകയായിരുന്നു. സലയുമായിട്ട് കഴിഞ്ഞ ദിവസം ആർനെ സ്ലോട്ട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കി സലയെ സ്കോഡിലെടുത്തെങ്കിലും ആർനെ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യിക്കാൻ തയ്യാറായില്ല. എന്നാൽ അധിക സമയം കാത്തിരിക്കാതെ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിടുകയും ചെയ്തു. 26-ാമത്തെ മിനിറ്റിൽ ഒരു പക്ഷേ ജോ ഗോമസിന് ഇഞ്ചുറി ആയതുകൊണ്ടായിരിക്കണം ആ റീപ്ലേസ്മെൻറ്റ്. ഏതായാലും സല കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റ് വന്നു. അത് പുത്തൻ റെക്കോർഡായി. യെസ്, പ്രീമിയർ ലീഗിൽ മോസല ഇതാ പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. മോസല ബ്രേക്സ് ദി റെക്കോർഡ് ഫോർ മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെന്റ് ഫോർ എ സിംഗിൾ സൈഡ് ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി വിത്ത് ആൻ അസിസ്റ്റ് ടുഡേ. പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെന്റ്സ് നേടുന്ന താരമെന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. ലിവർപൂളിനായിട്ട് പ്രീമിയർ ലീഗിൽ 227 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു. 227 ഗോൾ പ്ലസ് അസിസ്റ്റ്. പുത്തൻ റെക്കോർഡ് മോസല ഇട്ട മത്സരം. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ വിജയിച്ചു കയറുന്നു. കളിയിൽ 1-ാമത്തെ മിനിറ്റിലാണ് ഹ്യൂഗോ എക്കിറ്റിക്കയുടെ ആദ്യ ഗോൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ 60-ാമത്തെ മിനിറ്റിലെ ഗോളിനാണ് ഏതായാലും സലായുടെ ആ ഒരു പാസ് വന്നിരിക്കുന്നത്, അസിസ്റ്റ് വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതാ പ്രീമിയർ ലീഗിൽ ഒടുവിൽ അവർ വിജയപഥത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സണ്ടർലാൻഡിനോട് 1-1 സമനില, ലീഡ്സ് യുണൈറ്റഡിനോട് 3-3 സമനില. ഒടുവിൽ ഇതാ ബ്രൈറ്റണെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതേ സമയം തന്നെ നടന്ന മറ്റൊരു മത്സരം, ചെൽസി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് എവേർട്ടനെ പരാജയപ്പെടുത്തി. ചെൽസിക്ക് വേണ്ടി പാൽമർ ഗോൾ അടിച്ചു 21-ാമത്തെ മിനിറ്റിൽ. 45-ാമത്തെ മിനിറ്റിൽ ഗസ്റ്റോയുടെ ഗോളും ഉണ്ടായിരുന്നു. ബ്രസീലിയൻ താരം എസ്റ്റവായോ വില്യനെ ആദ്യ 11-ൽ ഇറക്കിയില്ല. 81-ാമത്തെ മിനിറ്റിൽ ജാവോ പെഡ്രോക്ക് പകരമാണ് എസ്റ്റവായോ കളിക്കളത്തിലേക്ക് ഇറങ്ങി. അധിക സമയമൊന്നും കളിയൊന്നും ചെയ്യാൻ അവനുണ്ടായിരുന്നില്ല. എന്തായാലും കളി ചെൽസി വിജയിച്ചതോടെ 16 കളികളിൽ നിന്ന് അവർക്കിപ്പോൾ 28 പോയിൻ്റ് ആയിട്ടുണ്ട്. ലിവർപൂൾ ഈ കളി ജയിച്ചതോടെ 16 കളികളിൽ നിന്ന് 26 പോയിൻറ്റുമായിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.